മധുരേ അന്നക്കൊടി. എന്നെ ജീവിക്കാൻ അനുവദിക്കൂല. ചുമ്മാ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോസ് കാണുന്ന പലരും ഉടായ്പ പരിപാടി എടുക്കുന്നുണ്ടേ. വീഡിയോസ് കാണും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. മിണ്ടൂല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, ഡൺ. അങ്ങനെ കാത്തിരുന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ പുതിയ പ്രൊമോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ലാലേട്ടൻ ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്: സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത സാധാരണക്കാർ. പക്ഷെ ഒരു വിഷമമുണ്ട്, ഒരാൺകുട്ടി വേണമായിരുന്നു. അതിലൊരു ചെറിയ വിഷമമുണ്ട്, 2 പെൺകുട്ടികളായിപ്പോയി. എല്ലാം സന്തോഷം തന്നെ, എങ്കിലും നമ്മളത് ചിന്തിക്കണ്ടേ. AR റസ്മിൻ ഭായ് എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ദാ വരുന്നു ബൈക്കിൽ. റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആണെന്നാണ് പറയുന്നത്. അത് കൂടാതെ റൈഡിംഗ് ഒരു ഹരമാണെന്നും പറയുന്നുണ്ട്. 2ാമത്തെ വ്യക്തിയുടെ പേര് നിഷാന. എന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിഷാന ഒരു വീട്ടമ്മ കൂടിയാണ്. അപ്പം ഒരാള് റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഒരാള് നിഷാന ഫ്രീക്കത്തി വീട്ടമ്മ. പിന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം അടുത്തൊരു ഡാൻസ് ആണ് റസ്മിന്റെ മധുരേ അന്നക്കൊടി. 1000 പേരിൽ നിന്നും ഇവർ സെലക്ട് ആയി. അപ്പൊ 2 പേരും ചേർന്ന് പറയുന്നുണ്ട്, കോമണേഴ്സ് പ്രൊമോയിൽ സെലക്ട് ആയതിൽ ഒരുപാട് സന്തോഷം എന്ന് 2 പേരും ചേർന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ നടന്നു വരികയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയാണ്, ബിഗ് ബോസ് സീസൺ 6 ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ഇവർ ചാടി വീണ് പറയുന്നു, അപ്പൊ മാറ്റി പിടിക്കാൻ ഞങ്ങളും റെഡി. പ്രൊമോയുടെ കാര്യം പറയുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വളരെ സന്തോഷം. അത്രയും നമ്മൾ കാത്തിരുന്നതായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. പിന്നെ എന്തോ ഒരു നിശബ്ദത പോലെ ആയിപ്പോയി. അപ്പം പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ പ്രൊമോ. ഈ സമയത്ത് ഓർത്തു പോകുവാണ് ഗോപികയെ പറ്റി. പക്ഷെ ഗോപികയ്ക്ക് വന്നിട്ട് പെർഫോം ചെയ്യാൻ ഒരു ടൈം കിട്ടിയില്ല. വന്ന് ഉടൻ തന്നെ ഔട്ടായി പോവുകയാണ്. അത് ഒത്തിരി വിഷമമായിപ്പോയി. നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു ഗോപിക. ബോസ് എന്ന് പറഞ്ഞാൽ അൺപ്രെഡിക്റ്റബിൾ ആണ്. അതിൽ പിടിച്ചു നിൽക്കാന്ന് വെച്ചാൽ തന്ത്രവും കുതന്ത്രവും ഇല്ലാത്തവരെ കൊണ്ട് പറ്റത്തില്ല. അവിടെ സെന്റിമെന്റ്സിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. ഷാർപ്പ് മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ്. 18 കണ്ടസ്റ്റൻസിനോടെ കട്ടയ്ക്ക് നിൽക്കാൻ അങ്ങനെ 2 പേരൂടെ വരവായി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഓപ്പണായിട്ട് കളിക്കുക, റിയലായിട്ട് കളിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അവനവന്റെ മനസാക്ഷി അനുസരിച്ച് ജെന്യൂനായിട്ട് കളിക്കുക. എല്ലാവരും കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.